السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين بالله، أما بعد. وعن أبي هريرة رضي الله عنه قال: خرجنا مع رسول الله صلى الله عليه وسلم في جنازة فجلس إلى قبر منها فقال: ما يأتي على هذا القبر يوم إلا وهو ينادي بصوت ذلق طلق: يا ابن آدم نسيتني ألم تعلم أني بيت الوحدة وبيت الغربة وبيت الوحشة وبيت الدود وبيت الضيق إلا من وسعني الله عليه. ثم قال: القبر إما روضة من رياض الجنة أو حفرة من حفر النار. رواه الطبراني في الأوسط. സഹാബി പ്രമുഖനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്: ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ ഒരു ജനാസയിൽ പങ്കെടുത്തുകൊണ്ട് പുറപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഖബറിന്റെ അരികിൽ ഇരുന്നു. എന്നിട്ട് പറഞ്ഞു: മാ യഅതി അലാ ഹാദൽ ഖബരി യൗമിൻ ഇല്ലാ വഹുവ യുനാദി ബിസൗത്തിൻ ദലിഖിൻ തലിഖിൻ. ഓരോ ദിവസവും ഈ ഖബർ വാചാലമായ ഭാഷയിൽ, മൂർച്ചയേറിയ ഭാഷയിൽ അത് സംസാരിക്കുന്നുണ്ട്. യബ്ന ആദം നസീതനി അലം തഅലം അന്നി ബൈത്തുൽ വഹദതി വബൈത്തുൽ ഗുർബതി വബൈത്തുൽ വഹ്ശ വബൈത്തുദ് ദൂദ്. മനുഷ്യ, എന്നെ നീ മറന്നോ? നിനക്കറിയില്ലേ, ഞാൻ ഏകാന്തതയുടെ വീടാണ്, ഞാൻ ഒറ്റപ്പെടലിന്റെ വീടാണ്, ഞാൻ പുഴുക്കൾ നിറഞ്ഞ വീടാണ്. വബൈത്തുൽ ദീഖി, ഈ വീട് ഇടുങ്ങിയതാണ്. ഇല്ലാമൻ വസ്സഅനില്ലാഹു അലൈഹി, ആരുടെ മേൽ എന്നെ വിശാലമാക്കിയോ അവർക്കൊഴിച്ച് ഈ വീട് കുടുസാണ്. സുമ്മ ഖാൽ, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു: അൽ ഖബ്റു ഇമ്മാ റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന ഔ ഹുഫ്റത്തുൻ മിൻ ഹിഫ്രിൻ നാർ. ഖബർ ഒന്നിരിക്കൽ അത് സ്വർഗ്ഗ പൂന്തോപ്പായിരിക്കും, അല്ലെങ്കിൽ അത് അഗ്നികുണ്ഡാരമായിരിക്കും. മഅദല്ലാഹ്.